ഞാനിന്ന് എൻ്റെ വീട്ടിലാണ് ട്ടോ. എൻ്റെ വീട്ടിലെ രാവിലത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. രാവിലെ കുറച്ച് വൈകീട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ച് ബെഡൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് റെഡിയാക്കി. അടുക്കളയിൽ പോകുമ്പോൾ അമ്മ ഉണ്ടായിരുന്നു ട്ടോ. പിന്നെ അമ്മ ചായ വെക്കുകയാണ്. അമ്മ പണിക്ക് പോകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അമ്മ രാവിലെ നേരത്തെ എണീക്കും. പിന്നെ എപ്പോഴും നമ്മൾ സ്വന്തമല്ലേ ചായ വെക്കുന്നത്. അപ്പോൾ അമ്മയുടെ കൈ കൊണ്ട് ഒരു ചായ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക രസമാണ്. അപ്പോൾ അമ്മയോട് വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചു. പിന്നെ രാവിലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് എവിടെ പോയാലും ചപ്പാത്തിയാണ് ട്ടോ. എന്നെ ഇവർ ചപ്പാത്തി എക്സ്പേർട്ട് എന്നാണ് വിളിക്കുക. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ചപ്പാത്തിയും മുട്ടക്കറിയും വേണം. പിന്നെ കുഞ്ഞൂസിന് അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ ആദ്യമൊക്കെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു പണി എടുക്കില്ല കേട്ടോ. രാവിലെ താമസിച്ച് എഴുന്നേൽക്കുള്ളൂ. ഉറങ്ങാനും പിന്നെ റെസ്റ്റ് എടുക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് വീട്ടിലേക്ക് വരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഏട്ടന്മാരൊക്കെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ അങ്ങനെ ചെയ്യില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഏട്ടത്തിയന്മാരിങ്ങനെ അവർ എണീറ്റ് പണി ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് കിടക്കാൻ തോന്നൂല. പിന്നെ ഇവരുടെ കൂടെ പണിയൊക്കെ ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ. ഇവിടുത്തെ പണി വേഗം ഒരുങ്ങും. കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരും ഓരോന്ന് ചെയ്യുമ്പോൾ വേഗം വേഗം പണികളൊക്കെ കഴിയും. ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് രാവിലത്തെ പണികളെല്ലാം കഴിയും. അപ്പോൾ ഞങ്ങൾ വേഗം മുട്ടക്കറിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ ചേച്ചിക്ക് ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ വേഗം ചേച്ചിനെ ടൗണിലേക്ക് കൊണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും വേഗം ഫുഡ് കഴിച്ചു കേട്ടോ. ഇവിടെ വന്നിട്ടെങ്കിൽ ചപ്പാത്തിക്കും മുട്ടക്കറിയിൽ നിന്നൊരു മോചനം കിട്ടുന്ന വെച്ചാൽ കുഞ്ഞൂസ് അതിനും സമ്മതിക്കില്ല. പിന്നെ ഞങ്ങൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുഞ്ഞിപ്പെണ്ണ് വേഗം ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഉറക്കമാണ്. കുഞ്ഞിപ്പെണ്ണ് ഇന്ന് കുഞ്ഞിപ്പെണ്ണിൻ്റെ അമ്മമ്മേനെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ചേച്ചിയുടെ വീട് കർണാടകയിലാണ് കേട്ടോ. അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ മഴ പെയ്യുന്നതിന് മുമ്പ് ഇറങ്ങാന്നിട്ട് അവർ രാവിലെ നേരത്തെ തന്നെ ഇറങ്ങുകയാണ്. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഇവരെന്താ ഇറങ്ങാത്തതെന്നിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അവൾക്ക് വണ്ടി കണ്ടു കഴിഞ്ഞാൽ വേഗം അവൾക്ക് പോകണം. അപ്പോൾ കുഞ്ഞിപ്പെണ്ണും അവരും കൂടി പോവുകയാണ് കേട്ടോ. പിന്നെ അപ്പുറത്ത് കാണുന്ന ആ വീടുണ്ടല്ലോ അത് വലിയേട്ടൻ്റെ വീടാണ് കേട്ടോ. പണി തീർന്നിട്ടില്ല, പണി ചെയ്തുകൊണ്ടിരിക്കുന്ന വീടാണ്. പിന്നെ കുഞ്ഞിപ്പെണ്ണ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. എല്ലാവർക്കും സങ്കടമാണ്. വീട് ഉറങ്ങിയതുപോലെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. പിന്നെ കുട്ടികൾ ഇങ്ങനെ പേപ്പറിൽ എന്തൊക്കെയോ എഴുതിയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ ആ പേപ്പറിലൊക്കെ നോക്കി. അവർക്കൊരു സന്തോഷം നമുക്കൊരു സന്തോഷം. കുറച്ച് നേരം അങ്ങനെയൊക്കെ ഇരുന്നു. പിന്നെ എൻ്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സമയം കളയാന്നുള്ളതാണ് കേട്ടോ. ഏട്ടനാണെങ്കിൽ പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരക്ക് കൂട്ടുന്നുണ്ട്. മഴ വരുന്നതിന് മുന്നേ പോകണം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഞാനും കുഞ്ഞൂസും അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഇങ്ങോട്ട് വരുമ്പോൾ ഏട്ടൻ കുറേ ചായ വെച്ചുകൊണ്ടാന്നൊക്കെ പറഞ്ഞ് കുറേ ലാഗ് അടിപ്പിച്ചു. ആ പകരം ഞാൻ ഇവിടെ വീട്ടുകയാണ് കേട്ടോ. എനിക്ക് പുഴയിൽ ഒന്ന് ചെരുപ്പ് കഴുകേണ്ട യാതൊരു ആവശ്യമില്ല. രാവിലെ അമ്മ ചെരുപ്പൊക്കെ കഴുകി വെച്ചതാണ്. ഞാൻ ഒന്നും കൂടി കഴുകിയ ചെരുപ്പ് കൊണ്ടുവന്നിട്ട് പുഴയിൽ കഴുകുകയാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ നല്ല മടിയാണ്. ഏട്ടൻ അവിടുന്ന് വരുമ്പോൾ എങ്ങനെയായിരുന്നോ അതേ അവസ്ഥയാണ് കേട്ടോ എനിക്ക് വീട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ. പിന്നെ കലുമുഖമൊക്കെ കഴുകിയിട്ട് വേഗം ഡ്രസ്സൊക്കെ മാറി. അപ്പോഴത്തേക്ക് അച്ഛൻ വേഗം പരിപ്പുവടയും പഴംപൊരിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ പരിപ്പുവട കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് വേഗം വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ അച്ഛനമ്മമാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ചെയ്യാതിരുന്ന ഒരു സമാധാനം ഉണ്ടാവില്ല. ഞാൻ പരിപ്പുവടയൊക്കെ പതുക്കെ പതുക്കെ കഴിക്കുകയാണ്. ഏട്ടൻ ഓരോ പരിപ്പാണോ തിന്നുന്നതെന്നൊക്കെ ചോദിച്ച് എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്കുണ്ടല്ലോ പിന്നെ ഏട്ടൻ എവിടെയെങ്കിലും കറങ്ങാൻ പോകണോ വീട്ടിൽ പോകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോകണമെന്നേ പറയുള്ളൂ കേട്ടോ. എനിക്കിവിടെ എത്ര വന്ന് നിന്നാലും അതിൻ്റെ കൊതി എനിക്ക് മാറില്ല. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഏട്ടന്മാരുടെ കൂടെയും സമയം ചെലവഴിക്കുന്നതാണ് കേട്ടോ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഏട്ടൻ ചോദിക്കും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത്. എനിക്കറിയില്ല. പക്ഷേ എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. എൻ്റെ സന്തോഷം ഇതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് വേഗം ഇറങ്ങി മഴ വരുന്നതിന് മുന്നേ നമുക്ക് തിരിച്ചെത്തണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.